അവിടെ ഇടിച്ച് പറഞ്ഞോ എന്നാ ചെയ്യാണെന്ന് നോക്കി. ഓ ദേഖോ 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 ജൽ ആക്സിഡൻ്റ് ആയാണ്. അപ്പോൾ 2 വരി പാതയാണ് ഇവിടെ. അപ്പോൾ അവിടെ ഞാനങ്ങോട്ട് തിരിയുന്നിടത്ത് നമ്മൾ റോഡ് തിരിച്ചു വിട്ടേക്ക്. അപ്പോൾ അങ്ങനെ വണ്ടി ഇതിലെ ബൈക്ക് കയറി വന്നാണ്, ആ കാറ് നല്ല സ്പീഡിലും കയറി വന്നാണ് ആക്സിഡൻ്റ് ഉണ്ടായി. എന്നാ പറയാൻ. അപ്പോൾ ആളവിടെ കിടക്കുകയാണ്, അങ്ങോട്ട് പോയി എടുക്കാനോ അതിലാണ്ടല്ലേ. കാറിടിച്ച് സ്വിഫ്റ്റ് കാറെ വന്ന് KTM ബൈക്ക് ഇടിച്ച് തകർന്നതാണ്. ഇപ്പോൾ കർണാടക ഗോവ വണ്ടി കേട്ടോ, ഗോവ ബൈക്ക് രജിസ്ട്രേഷനുള്ള വണ്ടി കേട്ടോ. എന്നാ ചെയ്യാൻ. നമ്മളിപ്പോൾ അങ്കോളയ്ക്ക് പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ച വിട്ടു വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇതാണ്. ഈ ഒരു ബാരിക്കേഡ് കാരണം ഇപ്പോൾ ഒരു വലിയ ആക്സിഡൻറ്റ് ഇവിടെ ഉണ്ടായി. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈക്ക് കയറി അങ്ങോട്ട് ചെന്നു, വലിയൊരു ആക്സിഡൻറ്റ്. ഇപ്പോൾ ആരെയാണ് കുറ്റം പറയണ്ടേ? ഹൈവേയിൽ അതിന് വേണ്ട ഇപ്പോൾ വണ്ടി തിരിച്ചു വിടുമ്പോൾ അതിന് വേണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? അതൊന്നും ചെയ്യാതെ കണ്ടില്ലേ എന്നാ ചെയ്യാൻ. ഇപ്പോൾ നടന്നൊരു ആക്സിഡൻ്റാണ് ജസ്റ്റ്. പിന്നെ ഭാഗ്യം ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. പോലീസും വണ്ടിയിലെ ഫുള്ള് ബ്ലോക്കാണ്, റോഡ് മൊത്തം ബ്ലോക്കാണ്. എന്നാ ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ ഒരു ആക്സിഡൻറ്റ് നടന്നതാണ്. ആരോട് പറയാനാ ദൈവമേ. ഇതൊക്കെ പറയുമ്പോൾ ഹെൽമെറ്റ് മസ്റ്റായിട്ട് വെക്കണം കേട്ടോ. ഞാൻ തമാശ പറഞ്ഞതല്ല, ഹെൽമെറ്റ് വെക്കണം. അതുപോലെ സീറ്റ് ബെൽറ്റ് ധരിക്കണം, സീറ്റ് ബെൽറ്റ് ധരിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ നമുക്ക് ആരും കാണത്തില്ല. വണ്ടിയിൽ പോകുന്നുണ്ടോ? എന്നാ ചെയ്യാൻ, ആരോട് പറയാൻ. ഇത്രയൊക്കെ ഉള്ളൂ, മനുഷ്യൻ്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വേണം പറയാനിപ്പോൾ. വണ്ടി ഇടിച്ചിപ്പോൾ നേരെ ആ വണ്ടി അവിടെയും ബ്ലോക്ക് ചെയ്തേക്കും. അപ്പോൾ 2 വരി കൂടെ വണ്ടി കടന്നു വരുമ്പോൾ ഈ വണ്ടി നേരെ അങ്ങോട്ട് ഇടിച്ച് കയറി. എന്നോ ചെയ്യാൻ. ആരുടെ കയ്യില്ല തെറ്റിപ്പോൾ ആരുടെ കയ്യില്ല. ഇതിനിപ്പോൾ ആരെ പ്രതീക്ഷിക്കേണ്ടത്? അവരെ ഹൈവേ കൂടെ അടിച്ചു വിട്ട് വന്നു. ഇവരിന്ന് ഡൈവേർട്ട് ചെയ്തതിന് കാരണം വണ്ടി ഇങ്ങനെ വരേണ്ട വന്നു. എന്നാ ചെയ്യാൻ, ആരോട് പറയാൻ. പോട്ടെ. ഓക്കെ, അപ്പോൾ വണ്ടി വിട്ടു തുടങ്ങി. സ്ഥലത്തിൻ്റെ പേരറിയില്ല. പിന്നെ അത് കാണിക്കുന്ന ലൊക്കേഷൻ ഇതാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരറിയത്തില്ല. ബെന്നി ഹൊണ്ട. ഇതിന് ഈ വളവിന് തൊട്ട് മേലെ ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ലൊക്കേഷൻ കാണിക്കുന്നത് കേട്ടോ. ആജാ എന്നാ പറയാൻ. ദൈവമേ, കണ്ടോ വണ്ടി ഒരു KTM ബൈക്ക് കിടക്കുന്ന കിടപ്പ് കണ്ടോ. ആരോട് പറയും ദൈവമേ, കിടക്കുന്ന കിടപ്പ് പോയി. ഇപ്പോഴാണ് ആംബുലൻസും കാര്യങ്ങളൊക്കെ വരും. നടന്ന ആക്സിഡന്റ് കേട്ടോ. ഇവിടുത്തെ ഉണ്ടോ ഇപ്പോൾ വഴിയിലൊക്കെ യാത്ര ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആംബുലൻസ് വന്നു. ആംബുലൻസ് ആൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നണവേ പറഞ്ഞാൽ അതിൽ ആരോടാണ് ഇപ്പോൾ കുറ്റം. 2 വരി ഇതിനെയും പാതയുണ്ട്, ഇതിനെയും പാതയുണ്ട്. അപ്പം അമ്മരവിടെ ടേൺ ചെയ്ത് വെച്ച് കയറണം. ലൈൻ ആളെ എടുക്കുക, ആളിനെ കയറ്റും കേട്ടോ.
ഡയറക്റ്റ് വണ്ടി വന്ന് ഇരിച്ചു കേട്ടോ. रोड ब्लॉक ಆಯ್ತು. ಈ ಪ್ಲೇಸ್ ನೇಮ್ ಬರ್ಗಿ ഡിസ്ട്രിക്ട് ബിർജാൻ എന്നാ ബിർജാൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആക്സിഡന്റ് ആട്ടോ. റോഡ് ബ്ലോക്ക് ആക്കി വെച്ചത് കാണിച്ച പണി നോക്കിയോണേ. അതെന്നാ വണ്ടി ആക്സിഡന്റ് ആയി. संगारेड्डी डिस्ट्रिक्ट. अब लोग कुछ हुआ नहीं है ना? हाँ मार दिया. अभी हॉस्पिटल में जा रहे हैं. इडिച്ചു മറിഞ്ഞടാ. എന്നാ ചെയ്യാനാന്ന് നോക്കിയേ. देखो जल्दी ഓറ എന്നാ ചെയ്യാൻ. ബാ ഷോ എന്നാ ചെയ്യാൻ. ഇത് ഭയങ്കര സംഭവമാണ്. ഇപ്പൊ നടന്ന സംഭവം. അടുത്ത ആംബുലൻസ്, അടുത്ത ആക്സിഡന്റ്. ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ഇപ്പം കൺമുന്നിലാണ് ഇപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നേ. ഇപ്പോൾ അതുകൊണ്ട് അടുത്ത ആക്സിഡന്റ് ഇവിടെ. എന്നാ ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ വണ്ടി വന്ന് ഉച്ചയും കുത്തി മറിഞ്ഞു പോകണം. വന്നുകൊണ്ട് ഈ എനിക്കൊന്ന് എന്നാ പറയാൻ. ഒരു വണ്ടി അവിടെ ബ്ലോക്ക് ചെയ്ത. ഇപ്പൊ വണ്ടി ആക്സിഡന്റ് ഉണ്ടായത്. 2 ആക്സിഡന്റ്. ഈ വണ്ടിക്കകത്ത് ഒരാളെ ഉള്ളായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്കോളയ്ക്ക് പോകുന്നു. ഇവിടുന്ന് 25 കിലോമീറ്ററേ ഉള്ളൂ അർജുൻ്റെ അവിടോട്ട് പോകാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ബ്രിഡ്ജ്. കാരണം ഞാൻ ബ്രിഡ്ജ് കണ്ട ആ ഒരു ബ്രിഡ്ജ് ക്രാക്കാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചു വിട്ടത്. പക്ഷേ തിരിച്ചു വിട്ടപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ വരുന്നവർക്ക് അറിയത്തില്ല. പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരല്ലേ. വരുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. ഇവിടെ യാതൊരു രീതിയിലുള്ള സെക്യൂരിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. അത് കാരണം തന്നെ പോലീസുകാരൊക്കെ നിൽക്കുക. ഒരാളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആളുടെ കൈ മുറിഞ്ഞു. ഞാൻ ആ വണ്ടി വന്ന് ഇടിച്ചു പോയി. ജീവനും കൊണ്ട് രക്ഷപ്പെട്ടെ. വണ്ടി ഓടിക്കുന്നവരൊക്കെ സൂക്ഷിച്ച്